ഹലോ കുഞ്ഞുമക്കളെ, ഒരു ചെറിയൊക്കെ ഒരു കാര്യട്ടോ. ഒന്നുമല്ല, നമ്മളൊക്കെ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാരാണ്, വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്, എല്ലാവരും ആണ്. പക്ഷെ നിങ്ങളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. എന്തെന്നറിയോ? ഒരു അപകടത്തിൽ പെട്ടിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഒരു പാതി ജീവനായിട്ട് കിടക്കുന്ന ആൾക്കാരോട് പോയി ചോദിക്കണം. എന്തെന്നറിയോ? ഇനി നിങ്ങൾക്ക് വണ്ടി സ്പീഡിൽ ഓടിക്കാൻ ആഗ്രഹമുണ്ടോ, ഒന്ന് സ്പീഡിൽ പോവാൻ ആഗ്രഹമുണ്ടോ എന്നുള്ളത് ഒന്ന് ചോദിക്കണം. അപ്പൊ അവര് പറഞ്ഞുതരും എനിക്ക് വണ്ടിയിൽ തന്നെ കയറണ്ടെന്ന്. മനസ്സിലായ എന്താന്ന് പറഞ്ഞു തരുന്നത്? എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് റോട്ടിൽ കൂടി പോകുമ്പോ ഒന്നിക്കല് നമ്മളെ അനിയന്, അല്ലെങ്കിൽ നമ്മളെ പെങ്ങള്, അല്ലെങ്കിൽ നമ്മളെ ഉമ്മ, അല്ലെങ്കിൽ നമ്മളെ ഉപ്പ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരും, അല്ലെങ്കിൽ നമ്മളെ അയൽവാസികൾ ആരെങ്കിലും ഒക്കെ ആ റോട്ടുമ്മ കൂടി പോവാന്നുള്ള ഒരു ചിന്ത നമ്മളെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ കുറെയൊക്കെ നമുക്ക് അപകടം കുറക്കാൻ പറ്റും. പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? എൻ്റെ ഒരു കൂട്ടുകാരെ പെടുന്നേ, ഓന് 10-12 വർഷം ഇവിടെ വണ്ടി ഓട്ടിയ ആളാണ്. ഇന്നേ വരെ ഒരു ആക്സിഡന്റ് ആവുകയോ ഒന്ന് വണ്ടി തട്ടിയോ മുട്ടയോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാ. അങ്ങനെ വണ്ടി ഓടിക്കുന്ന ആളാണ്. അദ്ദേഹം നാട്ടിൽ പോയി, അദ്ദേഹം ലീവിന് നാട്ടിൽ പോയതാ. അവപ്പോ നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്ത്, അവന്റെ കൂട്ടുകാരൊക്കെ കൂടിയും ബൈക്ക് കയറ്റി കൊടുക്കുക യാത്ര പോയതാ. യാത്ര പോയി വരുമ്പോ ഏതോ ഒരു പയ്യൻ നല്ല ഓവർ സ്പീഡിൽ വന്ന് നേരെ ഇവൻ കണ്ടടിച്ചെടുത്ത്. ഇവന്റെ വണ്ടി കണ്ടടിച്ച് ഇപ്പൊ കാലിന്റെ എല്ലൊക്കെ പൊട്ടിയിട്ടിരിക്കുക. ഓൻ പറയാം, ഞാൻ എന്ത് ചെയ്യാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും പോലുള്ള ഒരു ഇത് കിട്ടിയില്ല, ഓൻ അത്രയും സ്പീഡിലാണ് വന്നത്. ഒരു ടേണിങ് ആണെന്ന്. ഒരു ചെറിയ പയ്യനാ. നോക്കിയപ്പോ അവനക്ക് ലൈസൻസ് ഇല്ല, ഒന്നുമില്ല. എന്താ അവസ്ഥകളെന്ന് ആലോചിച്ച് നോക്കാനി. ആ സാധു 10-12 വർഷം വീടിന്റെ പണിയും പെങ്ങന്മാരെ കല്യാണവും ഒന്നും 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 ആവാത്ത കിടക്കുന്ന ഒരു മനുഷ്യനാ. ഇപ്പൊ കമ്പി ഇടണം എന്നൊക്കെയാണല്ലോ പറയണത്. ഒന്ന് ആലോചിച്ച് നോക്കാ നിങ്ങള്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചോടത്തേക്ക് എത്തും. നമ്മൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചോടത്തേക്ക് എത്തും. കുറച്ച് സ്പീഡിൽ പോയി കണിച്ചിട്ട് അങ്ങോട്ട് എളുപ്പമായിട്ട് എത്തുന്നതല്ല, അത് നമുക്ക് തോന്നുകയാണ്. നമ്മൾ മറ്റൊരാളെ ദ്രോഹിച്ചുകൊണ്ടാണ് വണ്ടി യാത്ര ചെയ്യുന്നത്. അതാണ് അതിന്റെ സത്യം. നമ്മള് വണ്ടിയായിട്ട് പോകുമ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് പോണ ഒരു രൂപമാണ്. എന്താ നിങ്ങളൊന്ന് ആലോചിച്ചോക്കണേ. എത്ര ഒരു ദിവസം ഇല്ലാത്ത ബൈക്ക് അപകടം, വണ്ടി അപകടം ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാകുന്ന ആലോചിച്ച് നോക്കാണ്. പലതും സംഭവിക്കുന്ന അശ്രദ്ധയാണ്, അല്ലെങ്കിൽ ഓവർ സ്പീഡാണ്. വണ്ടിക്ക് ചിലപ്പോൾ 200 സ്പീഡൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ വണ്ടിക്ക് 250 സ്പീഡ്, 240 സ്പീഡ് ഉണ്ട്. ഞാൻ ആ 250 സ്പീഡിൽ പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എയറോപ്ലെയിൻ അല്ല, ഇത് റോട്ടിൽ കൂടി പോണ സാധനമാണ്. ഇതിനൊരു കൺട്രോൾ, ഇതൊരു നമുക്ക് കയ്യിൽ നിന്ന് പോണത്. ഇത് നമ്മളൊരു ശ്രദ്ധ വിട്ട് കഴിഞ്ഞാൽ, വണ്ടി ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് ഒരു പുച്ഛ. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ തലയും ബ്രെയിൻ, നമ്മളൊക്കെ എല്ലാ അവയവങ്ങളും ഒരേപോലെ പ്രവർത്തിക്കണം. ഒരു ഫുട്ബോൾ കളിക്കുന്ന രൂപ. നമ്മളിപ്പോൾ ഒരു പാസ് കൊടുക്കുമ്പോൾ അതെങ്ങനെ, അതേപോലെയാണ് ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞത്. അത് കുറച്ചൊരു മൈൻഡ് ഒന്ന് അങ്ങോട്ടും കൊണ്ട് തെറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞ്. അത് ഒരു കുടുംബം മാത്രമല്ല, പല കുടുംബങ്ങളും അതിനോടുകൂടി നശിച്ചു പോകും.